എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും കേതും കൂടിയിട്ട് രാവിലെ സ്റ്റേഷനിലേക്ക് എത്തിയത് ഒരു സ്ഥലം വരെ പോകാനാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട് സ്റ്റേഷനിൽ നിന്ന്. ഇത് നമ്മുടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂരിനും പയ്യന്നൂരിനും ഇടയിലുള്ള പ്രധാന സ്റ്റേഷനുകളിൽ ഒന്ന് നമ്മുടെ കണ്ണപുരത്ത് തന്നെയാണ്. നിങ്ങൾ പറശ്ശിനിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണൂർ ഇറങ്ങുന്നതിനെക്കാട്ടിയും കണ്ണപുരത്ത് ഇറങ്ങിയിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ അടുത്ത്. തിരക്കില്ലാണ്ട് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിപ്പം കാസർഗോഡേക്കാണ് കേട്ടോ. ഇതിന് മുന്നേയിലെ വ്ളോഗ് കണ്ടവർക്ക് ഈ ആൾക്കാരെയും ഈ എല്ലാം മുന്നേ പരിചയമുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വ്ളോഗിൽ. രാവിലെ ട്രെയിനിലധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊരു ഓഫ് ഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് ഓഫീസിൽ പോകുന്നവരോ സ്കൂൾ കുട്ടികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സീറ്റൊക്കെ കിട്ടി വേഗം. ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുന്ന്. എന്നിട്ടൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ സ്വപ്നേച്ചിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഞാൻ നേരെ ചെന്നത് അവിടുത്തെ ഔട്ട് ഹൗസ് കിച്ചണിലേക്കാണ്. അവിടെ നല്ല അടിപൊളി റവപ്പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു സ്വപ്നേച്ചിയും ശ്രുതേച്ചിയും കൂടിയിട്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇത്. സ്വപ്നേച്ചി ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഞങ്ങൾ എപ്പോൾ ഇവിടെ പോയാലും സ്വപ്നേച്ചി ഈ ഒരു ഐറ്റം ഉണ്ടാക്കി തരാറുണ്ട്. അവർക്കറിയാം നമുക്കത് എത്രയോ ഇഷ്ടമാണെന്ന്. പിന്നെ കുറച്ച് വെറൈറ്റി ഡിഷസ് ഉണ്ട് കേട്ടോ സ്വപ്നേച്ചി സ്പെഷ്യലായിട്ട്. പക്ഷേ ഇത്തവണ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. ഇതും ചിക്കൻ കറിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് മാളുവിൻ്റെ 7th month സെറിമണീൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടില്ലേ, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അതായത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ കെട്ടും കൊണ്ട് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അമ്മായി കെട്ടും കൊണ്ട് വന്നതാണേ. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങിന് എന്താ പറയുക? ഗർഭിണികൾക്ക് പലഹാരവും കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലെ കെട്ടും കൊണ്ട് പോകാനാണ് കേട്ടോ പറയൽ. അങ്ങനെ പലഹാരങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതാണ്. ഞാനാണ് കേട്ടോ മാളുവിന് സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. പുതിയ സാരിയെല്ലാം എടുത്തിട്ട് അവളവിടെ ഇരുന്നു. ഇതേ സെയിം ചടങ്ങുകൾ തന്നെയാണ് 7th month സെറിമണിക്കും ഉണ്ടായിട്ടുണ്ടായത് കേട്ടോ. അവളുടെ വളകാപ്പിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിലും ഇത് ഏകദേശം ഇതന്നെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ ആൾക്കാരിങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് അവളെ കാണാൻ പോയിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ കണ്ണൂരും ഇവർ കാസർഗോഡുമാണ്. അപ്പം കുറച്ച് ആൾക്കാർ കണ്ണൂരുണ്ട്. പിന്നെ എല്ലാവരും ഓരോ ദിവസം പോകുന്നതിനെക്കാട്ടി എല്ലാവരും ഒന്നിച്ച് പോയാലേ എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാം, ഒരു ഡ്രസ്സല്ലേ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, അതായത് മാളുവിൻ്റെ അമ്മയുടെ സൈഡിലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു ദിവസം പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ സെയിം ചടങ്ങുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇതിന് പലഹാരങ്ങൾ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന പലഹാരങ്ങൾ അവളുടെ മുന്നിൽ നിരത്തി കൊടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു. വളയിടുന്നത് നമ്മൾ വെറുതെ ഒന്ന് ആഡ് ഓൺ ചെയ്തതാണ് കേട്ടോ. ഈ ചടങ്ങുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, അവർ ഡ്രസ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തതാണേ. ഈ ഒരു പരിപാടീൻ്റെ എല്ലാ ക്രെഡിറ്റ്സും അമ്മക്കാണ് കേട്ടോ. അമ്മയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, എല്ലാവർക്കും ഒന്നിച്ച് പോവാം, ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ സെറ്റപ്പൊക്കെ ആക്കിയെടുത്തത് അമ്മ ഒറ്റൊരാളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുതിർന്ന ആൾക്കാരും കുഞ്ഞുകുട്ടികളും എല്ലാവരും കൂടിയിട്ട് മാളുവിനെ ട്രീറ്റ് ചെയ്യുന്നതാണേ. നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എന്താ അതിന് പറയാമെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. വളകാപ്പ് ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് കേട്ടോ. ഇനി കെട്ടും കൊണ്ട് വരുന്നത് എല്ലാവർക്കും ഒന്നിച്ച് വരാം, എന്നിട്ട് മാളുവിനൊരു സർപ്രൈസ് കൊടുക്കാം, മാളുവിന് സന്തോഷമാവുമല്ലോ. അപ്പം ഈ ഒരു സമയത്ത് ഗർഭിണികൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണല്ലോ ഏറ്റവും വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആരും കൂടി ചെയ്തതാണേ. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. ഇവിടത്തേക്ക് ഞങ്ങൾ ട്രെയിനിനാണ് കേട്ടോ എപ്പോഴും വരാറ്. രാവിലെ കയറും ട്രെയിനിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും കാസർഗോഡ് ഈ വീട്ടിലെത്തിയിട്ട് തന്നെ നമ്മൾ കഴിക്കാറുള്ളത്. നല്ല പത്തിരിയും ചിക്കൻ കറിയുമാണേ. സ്വപ്നിച്ച് സ്പെഷ്യലായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും കൂടെ മുറ്റത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറിച്ചിലും വേറെ പരിപാടിയൊന്നുമില്ല. കാരണം നമ്മളിനി വൈകുന്നേരത്തെ ട്രെയിനിനെ തിരിച്ചു പോവുള്ളൂ. ദൂരെ ആയതുകൊണ്ട് അത്രയും സമയമുണ്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടിട്ടിരുന്ന് നല്ല രസമല്ലേ. ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള ആൾക്കാർ ഓരോ ട്രിപ്പായിട്ട് ഇരുന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. കേതുവിന് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഒരുപാട് ആൾക്കാർ കളിക്കാനുണ്ടാവും. പിന്നെ ഇവിടെ പുരുഷേട്ടന് ഒരുപാട് സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഈ ക്യാരം ബോർഡ്. അവനെ പഠിപ്പിക്കുകയായിരുന്നു പുരുഷേട്ടൻ.
മോൻ അറിയില്ല, കേതുവിന് അറിയില്ലായിരുന്നു ഇങ്ങനെ കളിക്കേണ്ടതൊന്നും. പക്ഷെ അവർ ഭയങ്കര നല്ല രീതിയിൽ ഓറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആൾക്കാരുടെ എണ്ണം കൂടിട്ടോ, അതിൽ കൂടെ പോകുന്നവർ ഇതിലെ കൂടെ പോകുന്നവരൊക്കെ കളിക്കാൻ കൂടി. ഇതൊക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു. മോനും ഭയങ്കര ആവേശമായി പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളാണ് ആദ്യം തുടങ്ങിയതെങ്കിലും വയ്യ ആകുമ്പോഴത്തേക്കും വലിയ ആൾക്കാർ കൂടി കളിയുടെ സ്പിരിറ്റൊക്കെ മാറിയിട്ടോ. ഭയങ്കര ആവേശമാണ്. പൊതുവിൽ ഈ വീട്ടിൽ വന്നാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെല്ലോ കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ കളിക്കൽ. നമ്മുടെ മെയിൻ ഐറ്റം ഡബ്സറാഷാണ്. ടീമായിട്ട് തിരിഞ്ഞിരുന്നിട്ട് രാത്രിയൊക്കെ ഒരു നേരം വെളുക്കുന്നത് വരെയൊക്കെ കളിച്ചിരുന്നിട്ടുണ്ട് ഇവിടെ. നല്ല നല്ല ഓർമ്മകളാണ് ഈ വീട്ടിലുള്ളത് നമുക്ക്. ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി വട്ടോട്ട് ഇരുന്ന് വർത്താനൊക്കെയാണ് കേട്ടോ. നല്ല രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം. കാരണം ഒന്നാമത് എല്ലാവരും ദൂരം ഉള്ളവരാണ്. എപ്പോഴെങ്കിലും കൂടിയിട്ടേ ഒന്നിച്ച് കാണുള്ളൂ. അപ്പോൾ ആ സമയങ്ങളൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഒരു കളി കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനങ്ങളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. മോൻ അതൊക്കെ വെച്ചിട്ട് കളിക്കുവാനെ. കേതുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ കളിക്കാനും. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ മാത്രമായിട്ട് ഇവിടെ വരില്ല. വരുമ്പോൾ കസിൻസ് എല്ലാവരും ഒന്നിച്ചുണ്ടാവും. അപ്പോൾ അവരുടെ മക്കളുണ്ടാവും. അതുകൊണ്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം തന്നെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. നേരെ സ്റ്റേഷനിലെത്തി ടിക്കറ്റെല്ലാം എടുത്ത്. ഈവനിങ് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പാലക്കുന്ന് റെയിൽവേ സ്റ്റേഷനാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് സീറ്റൊക്കെ കിട്ടും. ഏത് ലോക്കൽ ട്രെയിനാണ് കേട്ടോ നമുക്കിനി കയറാനുള്ളത്. അതുകൊണ്ട് നമ്മൾ മെല്ലെ സ്റ്റേഷനിലെല്ലാം പോയിരുന്ന് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. രാവിലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. പെട്ടെന്ന് തന്നെ കാസർഗോഡ് എത്തി കേട്ടോ. നമുക്ക് അത്രേ ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണി 7:30 കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ണപുരത്തേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.